ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അവന് നിലയും വിലയുമൊക്കെ കൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു അധ്യാപകനോ ഡോക്ടറോ ആണെങ്കിൽ പൊതുസമൂഹം അവന് ഒരു നിലയും വിലയുമൊക്കെ കൽപ്പിക്കും. അതുപോലെ തന്നെ ഒരാൾ ഒരു അഡ്വക്കേറ്റോ പോലീസുകാരനോ ആണെങ്കിൽ അവർക്ക് എന്നാൽ ഒരു സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഇതേ പരിഗണനയോ ഇതേ ബഹുമാനമോ കൊടുക്കുന്നത് നമ്മൾ പൊതുവെ കണ്ടുവരാറില്ല. ഇതിൽ കുറച്ചെങ്കിലും മാറി സഞ്ചരിക്കുന്നത് നാട്ടിൻപുറത്തെ പ്രദേശത്തുള്ള മനുഷ്യരാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഗ്രാമപ്രദേശമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും പരിചയമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നതിൽ അവർക്ക് ചില പരിമിതികളുമുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ കാര്യം നേരെ തകിടം മറിയുകയാണ് പതിവ്. ഉദാഹരണത്തിന് സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക് വേണ്ടി ഡെലിവറി ഏജന്റുമാരായി എത്തുന്ന മനുഷ്യരോട് ഒരു വിഭാഗം ആളുകളുടെ സമീപനം അത്രയും അധികം മോശമാണ്. ഈ ഭക്ഷണവുമായി എത്തുന്ന ആളുകൾ ഈ ഒരു സമൂഹത്തിന്റെ ഭാഗമേ അല്ല എന്നുള്ള രീതിയിലാണ് പലരുടെയും പെരുമാറ്റങ്ങൾ കാണാറുള്ളത്. അങ്ങനെ അഹങ്കാരം തലക്കി പിടിച്ച രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരുന്നു. ആ ഒരു കോൾ റെക്കോർഡ് എത്ര തവണ കേട്ടാലും നമുക്ക് മതിയാവില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ആ ഡെലിവറി ബോയിയോട് സംസാരിച്ചത് അത്രയും അധികം ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും പുച്ഛത്തിലുമാണ് എന്നുള്ളതാണ്. എന്നാൽ അതേ ഡെലിവറി ബോയ് അതേ രഞ്ജിത്തിന് കൊടുത്ത മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിന്നത്. ആ ഒരു മറുപടി കേട്ടാൽ ഏതൊരു സാധാരണക്കാരനും ഏതൊരു നല്ലൊരു മനുഷ്യനും സംതൃപ്തി ഉണ്ടാകും. അത്രയും അധികം അപമാനിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അയാളുടെ ജോലി പോലും പോകുന്ന ഒരു സാഹചര്യമായിരുന്നിട്ട് പോലും ആ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഡെലിവറി ബോയ് കൊടുത്തത് നല്ല ചുട്ട മറുപടിയാണ്. ആദ്യം നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ, രഞ്ജിത്ത് അല്ലയോ? അതെ, ആരാ സംസാരിക്കുന്നത്? ഫ്ലിപ്കാർട്ടിൽ നിന്നാ. ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എവിടെ കൊണ്ടുവരണ്ടേ? എടാ സഹോദര, നീ ആരാണ് എന്തൊക്കെയാണെന്ന് അറിയാതെ നീ ആരെ കയറി പേര് വിളിക്കരുത്. പറയാൻ മനസ്സിലായ? പിന്നെ കൊടുത്തേക്കുന്ന പേരല്ലേ വിളിച്ചേ? ആ പേരല്ല വിളിക്കേണ്ടത്, മനസ്സിലായ? ഇന്നാളാണോ എന്നാണ് ചോദിക്കേണ്ടത്. നീ ആരെയും ബഹുമാനിക്കണ്ട. നീ നിന്റെ അച്ഛനെ വരുന്ന ചോദിക്കോ, നീ ഇന്നാളാണോ എന്ന്, വാസുദേവനാണോ അല്ല നിന്റെ അച്ഛന്റെ പേരെന്തോ അങ്ങനെയാണോ നീ ചോദിക്കുന്നേ? മനസ്സിലായോ? അങ്ങനല്ല, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് മര്യാദക്ക് പേരാണോ ഇന്ന ആളാണോ അങ്ങനെയാണ് സംസാരിക്കുക. അങ്ങനല്ല ചോദിച്ചത്, രഞ്ജിത്താണോന്നാ ചോദിച്ചത്. പിന്നെ ഇത് ഒന്ന് രണ്ടല്ല, അങ്ങനല്ല. ആള് ആരാണോ എന്താണെന്ന് അറിയാൻ നിനക്ക് ചോദിക്കാം. അങ്ങനെ റൈറ്റ് ഉണ്ടോ? ഇതിനകത്ത് രഞ്ജിത്ത് സാറെന്ന് കൊടുക്കണ്ടെങ്കിൽ പിന്നെ സാറെന്ന് വേണ്ട, രഞ്ജിത്ത് സാറെന്ന് വേണ്ട, രഞ്ജിത്ത് ചേട്ടനാണെന്ന് ചോദിക്കാമല്ലോ. അല്ലെ അങ്ങനെ നിന്നെക്കാട്ടൊരു മൂത്ത ആണെങ്കിൽ അങ്ങനല്ലേ ചോദിക്കണ്ടോ? നീ അധികാരത്തോട് ഇത്ര പേര് വിളിക്കുന്ന എനിക്കറിയില്ലല്ലോ. അപ്പൊ വിളിച്ച് തിരക്കണം, ആരാണ് ഇത്, ഇന്ന വിലാസത്തിലുള്ള ആളാണോ എന്നാണ് അത് ചോദിക്കേണ്ടത്. ചോദിച്ചത് രഞ്ജിത്ത് പി ആണോന്ന്. അങ്ങനല്ല ചോദിച്ചത്, രഞ്ജിത്താണോന്നാ ചോദിച്ചത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണോ എന്നാ ചോദിക്കേണ്ടത്. എങ്ങനെ? രഞ്ജിത്ത് എന്നല്ലേ ഇതിനകത്ത് പേര് കൊടുത്തേക്കുന്നേ? ആയിക്കോട്ടെ, പേര് കൊടുത്താൽ അങ്ങനെ നിനക്ക് പേര് വിളി എങ്ങനെ ഉണ്ട്? നീ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പരസ്പരം സാറേന്നാ വിളിക്കേണ്ടത്. പിന്നെ നിനക്കെന്തോ റൈറ്റ്? നീ കൊണ്ട് കൊറിയർ കിടക്കുന്ന നിനക്കെന്തോ പിന്നെ റൈറ്റ്? അങ്ങനെ നിന്റെ പേര് വീട് എവിടെ? ഇതിനകത്ത് കൊടുത്തേക്കുന്ന പേരല്ലേ ഞാൻ ചോദിച്ചോളൂ, അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? എടാ സഹോദര, ആരായാലും അങ്ങനെ സംസാരിക്കേണ്ട. അത് ആ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന അതൊക്കെ സംസ്കാരം എന്ന് പറയും, മനസ്സിലായോ? അത് ശരി, എന്ത് സംസ്കാരം ഇല്ല. ഇയാളെ കാര്യം ഇയാൾ വലിയ പുണ്ണയിലെ വർത്താനം ഒന്നും ഇങ്ങോട്ട് പറയണ്ട കേട്ടോ. ഞാൻ സാമാനം വേണേ മേടിച്ചോണ്ട് പോകാൻ. ഇവിടെ ഈ രഞ്ജിത്തിന്റെ പരാതി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സാറെന്ന് അഭിസംബോധന ചെയ്തില്ല എന്നാണ്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് പോലും പരസ്പരം സാറേ എന്ന് വിളിക്കുമെന്നാണ് ഈ മാന്യ വ്യക്തി പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിവിലേജ് കണക്കിലെടുത്തായിരിക്കാം ഇദ്ദേഹം ഇത്തരത്തില് ഈ ഡെലിവറി ബോയോട് സംസാരിച്ചത്. സത്യത്തിൽ ഈ പറയുന്ന ഡെലിവറി ബോയ് ഇങ്ങനെ സാറേ എന്ന് വിളിച്ച് സംസാരിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഒരാവശ്യവുമില്ല. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന രഞ്ജിത്ത് ഓർഡർ ചെയ്തേക്കുന്ന സാധനം നൽകുക, തിരിച്ച് വീട്ടിൽ പോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ പറയുന്ന പോലെ ഇവരെയൊക്കെ സാറേ എന്ന് വിളിക്കേണ്ട എന്താവശ്യമാണ് ഇരിക്കുന്നത്? ഏത് നിയമത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇത്തരത്തിലുള്ള മൂഢമായിട്ടുള്ള ചിന്തകളുമായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഭാവിയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നെന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്തത്, ആമസോണിൽ ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്ന ഡെലിവറി ബോയിയോട് ഒരു വീട്ടമ്മ കാണിച്ച അങ്ങേയറ്റം വിമർശിക്കപ്പെടേണ്ട ഒരു ചെയ്ത്ത്, അതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്താണ്? ഞാൻ പൈസ തരാൻ വന്നപ്പോ താൻ മനഃപൂർവ്വം തരാതെ പോവുകയാണ്. ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നോട്? ചേട്ടാ, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോ ഇങ്ങനെയാണ്. തനിക്കെന്താ കുഴപ്പം? എന്തുവാ? സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ്. ആമസോണ് സാധനം തരാതെ പോവുകയാണ്. ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ്, തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ്.
ശബ്ദം കൂടി എന്ന് പറഞ്ഞിട്ട് അതൊരു റീസൺ ആണോ? സാധനം കിട്ടിയാ പോരെ. ആ എന്റെ ഇത് രീതി ഇങ്ങനെയാണ്. ചേച്ചി ഞാൻ ഇത്രേ പറഞ്ഞു, പൈസ തന്നിട്ടേ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ, അത്രേ ഞാൻ പറഞ്ഞു. പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പൈസ തരും, ബാക്കി തരാനാ പറഞ്ഞത്. പൈസ ബാക്കി എത്ര പൈസ? ഇത്ര പൈസ പറയാം. ഞാൻ ഈ വീഡിയോ ഞാൻ ഏതായാലും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യും. കാരണം താൻ കാണിച്ചത് ശരിയല്ല. താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല. ചേച്ചിയുടെ ഒറ്റ വീട്ടിലൊന്നും നമ്മൾ കുറെ വീട്ടിൽ പോകുന്നത് കേട്ടോ. പൈസ തരാൻ അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം. പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് മര്യാദയാ? നിങ്ങളുടെ വീട്ടിലല്ല, അവിടെ ഉയർത്തിയാൽ മതി. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എടോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ച് നോക്കണം. അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചാണോന്ന്. ഓക്കെ, താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ എന്ന്. ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെല്ലന്റെ പണ്ടേക്ക് തീർക്കേണ്ട കാര്യമില്ല. സാധനം തന്നിട്ട് എടോ ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ രീതിയായിരിക്കും. അതെനിക്ക് മനസ്സിലായി. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തരത്തില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ പൈസ തന്ന് ബാക്കി തരാൻ ഞാൻ പറഞ്ഞു. എന്താ സമ്മതിക്കാതിരിക്കാതെ? നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നെ പോക്കറ്റത്തരം കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് സാധനം വേണം താനും. നീ പറഞ്ഞ പൈസ തരാനും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ ഗുണ്ടായിസം കാണിക്കാണ് ഇവിടെ വന്ന്? അല്ല നീ എന്താ ഗുണ്ടായിസം കാണിക്കാനാണോ ഉദ്ദേശം നിന്റെ? എന്നാ നീ തന്നെ പൊട്ടിച്ചു കാണിക്ക്. പിന്നെ നീ ഇത്രയും ഷോ കാണിക്കുമ്പോ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? അതല്ല നീ ഇത്രയും ഷോ കാണിക്കേണ്ട കാര്യം. കാരണം ഈ വീട്ടിൽ വന്നിട്ട് കാരണം ഈ ഇത്രയും സ്ഥലത്ത് നിന്നിട്ട് നീ ഈ പോക്കറ്റത്തരം കാണിക്കണ്ട. ഞാൻ പൈസ തരാതെ ഞാൻ എങ്ങോട്ട് ഓടാനാടാ? ചേട്ടാ എനിക്കത് മനസ്സിലായി. ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം. നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അത് പ്രൂവ് ചെയ്യുന്നേ? എനിക്ക് സൗണ്ട് കുറക്കേണ്ട കാര്യമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. ഞാൻ വരാത്തല്ലോ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. എനിക്ക് സാധനം വേണ്ടിട്ടാ ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നേ. സാധനം താദ്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ച് എനിക്കത് പൊട്ടിച്ച് നോക്കി കൺഫേം ചെയ്തിട്ടേ തരാൻ പറ്റത്തുള്ളൂ. എന്നാ നീ കൊണ്ടു. നീ ഇത്രയും പട്ടിഷോ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം. വേണ്ട. ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം. എന്റെ വീട്ടിൽ കയറി ഒന്ന് ഗുണ്ടായിസം കാണിച്ചിട്ട് എന്റെ അടുത്ത് പോക്കറ്റത്തരം കാണിക്കേണ്ട കാര്യമില്ല. നീ കൊണ്ടു. ഇവിടെ കിട്ടാത്ത മുതലൊന്നും അല്ലല്ലോ. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പല ഡെലിവറി പ്ലാറ്റ്ഫോമുകളും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സാധനമല്ല പലപ്പോഴും അവർക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഫോൺ ഓർഡർ ചെയ്താൽ സോപ്പ് പെട്ടിയോ അല്ലെങ്കിൽ ഇഷ്ടികയോ കരിങ്കല്ലോ ഒക്കെ വരുന്നൊരു സാഹചര്യം കുറച്ച് നാളുകൾക്ക് മുൻപ് വളരെ അധികമായിരുന്നു. ഇങ്ങനെയായപ്പോൾ ഇത് കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡെലിവറി ചെയ്യുന്ന ആപ്പുകൾക്കും ബുദ്ധിമുട്ടായി. വൻ നഷ്ടമാണ് ഇരു കൂട്ടർക്കും സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുക എന്നുള്ള സമ്പ്രദായം പല കമ്പനികളും സ്വീകരിച്ചു തുടങ്ങിയത്. ആ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ടതുണ്ട് ഇത്തരത്തിൽ ഉഡായിപ്പ് കാണിക്കുന്ന ചില ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. എന്ന് പറഞ്ഞാൽ കിട്ടിയത് കൃത്യം സാധനമാണെങ്കിൽ പോലും ഡെലിവറി ചെയ്ത ആള് പോയ ശേഷം അതിൽ മറ്റെന്തെങ്കിലും വച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല എനിക്ക് ലഭിച്ചത് എന്ന് പരാതി പറയുക, എന്നിട്ട് അത് റീഫണ്ട് മേടിച്ചെടുക്കുക. ഇതൊക്കെ വളരെ അധികമായതും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കമ്പനികളെ നിർബന്ധിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ ചേച്ചിക്ക് ഡെലിവറി ചെയ്യുന്ന സാധനം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മാത്രമേ അവർ അത് സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ കമ്പനിയുടെ പോളിസി അനുസരിച്ച് അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സ്വീകരിക്കണം. അതല്ലെങ്കിൽ ഇവർക്ക് റിട്ടേൺ ചെയ്യാനുള്ള എല്ലാവിധ അവകാശവുമുണ്ട് അധികാരവുമുണ്ട്. എന്നാൽ ഈ ചേച്ചിക്ക് അത് പറ്റില്ല. ഈ സാധനമാണെന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ബോധ്യപ്പെട്ടാൽ മാത്രമേ പണം കൊടുക്കൂ എന്നാണ് ഈ ചേച്ചിയുടെ വാദം. എന്നാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് കമ്പനിയുടെ സൈഡിൽ നിന്നാണേലും അത് ആ ഡെലിവറി ബോയുടെ കാര്യത്തിലാണേലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇവരൊക്കെ ഒരു ദിവസം പണിയെടുക്കുന്ന പാവപ്പെട്ട ആളുകളാണ്. ഇവരുടെയൊക്കെ നെഞ്ചത്ത് കയറിയിട്ട് ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം മാനസിക വിഭ്രാന്തിയുള്ള ആളുകളാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം.